ഹലോ ഗായ്സ്, ഇറ്റ്സ് മി ജോവിൻ ആൻഡ് വെൽക്കം ടു മോട്ടോ വ്ളോഗ്സ്. അപ്പോൾ നമ്മൾ കാർ ഹബിലുള്ള വണ്ടികളാണ് ഇപ്പോൾ കഴിഞ്ഞ 2 എപ്പിസോഡായിട്ട് കാണിക്കുന്നത്. ഇത് 3ാമത്തെ എപ്പിസോഡ്, ഫൈനൽ എപ്പിസോഡാണ് കാർ ഹബിൽ ഉള്ള വണ്ടികൾ. അപ്പോൾ ഇതിൽ മുന്നത്തെ എപ്പിസോഡുകൾ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ അതും കൂടിയും കാണാം. വണ്ടികളുടെ കളക്ഷൻ ഉണ്ട്. അപ്പോൾ ഈ എപ്പിസോഡിൽ ഫസ്റ്റ് നമ്മളൊരു പോളോ ആണ് കൊണ്ടിരുന്നത്. ബ്ലൂ കളറിലുള്ളൊരു പോളോ 2011 മോഡലാണ്. അപ്പോൾ ഇതൊരു ബ്ലാക്ക് ഔട്ടായിട്ടുള്ള വീൽസ് ഒക്കെ ആയിട്ട് നല്ല എന്താ പറയുക, നല്ല സ്പോർട്ടി കളറിലും സ്പോർട്ടി ലുക്കിലൊക്കെയുള്ള വണ്ടിയാണ് 2011 മോഡൽ പോളോ വരുന്നത്. പോളോ GT അല്ല, പോളോ. അപ്പോൾ ഇത് 4th ഓണറാണ്. ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ ഈ വണ്ടി 4th ഓണറാണ്. 77,000 കിലോമീറ്റർ ട്രാവൽ ചെയ്തിട്ടുണ്ട്. പെട്രോൾ വണ്ടിയാണ്. ആസ്കിംഗ് പ്രൈസ് 2,45,000 രൂപയാണ് ഇതിൻ്റെ ആസ്കിംഗ് പ്രൈസ് വരുന്നത്. അപ്പോൾ പോളോ ഫാൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നോക്കാൻ പറ്റാവുന്ന ഒരു വണ്ടിയാണ്. നല്ല എന്താ പറയുക, നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഞാൻ ഈ എപ്പിസോഡിൽ പറയുന്നപ്പോൾ ഏതെങ്കിലും വണ്ടികൾ നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുണ്ട്, കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ സ്ക്രീനിൽ മുകളിൽ കൊടുത്തിട്ടുള്ള നമ്പർ എൻ്റെ പേഴ്സണൽ നമ്പറാണ്. വാട്സാപ്പിൽ മെസ്സേജ് അയയ്ക്കുക അല്ലെങ്കിൽ വിളിക്കുകയോ ചെയ്യാം. പിന്നെ ഇവിടെയുള്ള എല്ലാ വണ്ടികൾക്കും ഫിനാൻസും അവൈലബിൾ ആണ്. ഷോറൂമുകാർ ഫിനാൻസും അവൈലബിൾ ആക്കി കൊടുക്കുന്നതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ സിവിൽ സ്കോറൊക്കെ അനുസരിച്ചിട്ട് ഉള്ള ലോണും അവൈലബിൾ ആണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് അപ്പോൾ നോക്കാം. പിന്നെ വരുന്നത് i20യുടെ സ്പോർട്സ് ആണ്. 1.2 ലൈറ്റ് ബ്രൗൺ കളറിലുള്ളൊരു i20 ആണ്. ഇത് 2014 മോഡൽ വണ്ടിയാണ്. സെക്കൻഡ് ഓണറാണ്. ഡീറ്റെയിൽസ് നോക്കാം. സെക്കൻഡ് ഓണറാണ്. 76,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട്. പെട്രോൾ വണ്ടിയാണ്. ഇതിൻ്റെ ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 3,80,000 രൂപയാണ് ഇതിൻ്റെ ആസ്കിംഗ് പ്രൈസ് വരുന്നത്. i20 സ്പോർട്സ് ലൈറ്റ് ബ്രൗൺ കളറിൽ നല്ല രീതിയിൽ ഇൻറ്റീരിയർ കാര്യങ്ങളൊക്കെ ഈ വണ്ടിയുടെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. 2014 മോഡൽ, സെക്കൻഡ് ഓണർ, 76,000 കിലോമീറ്റർ, പെട്രോൾ വണ്ടി. ആസ്കിംഗ് പ്രൈസ് 3,80,000 രൂപ. അപ്പോൾ ഇതിൽ നമ്മൾ ബേസിക്കലി ഇത്രയൊക്കെയാണ് പറയുന്നത്. വണ്ടിയുടെ മോഡൽ നമ്പർ, ഓണർഷിപ്പ്, എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്, അതിൻ്റെ പ്രൈസ്, കാര്യങ്ങൾ. പിന്നെ നിങ്ങൾക്കിപ്പോൾ വീഡിയോയിൽ ഇൻറ്റീരിയറൊക്കെ ഒന്ന് നോക്കാം. ഇൻറ്റീരിയർ, എക്സ്റ്റീരിയർ. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഉള്ളൊരു വണ്ടിയാണോ എന്നൊക്കെയുള്ള ബേസിക് ആയിട്ടുള്ളൊരു ഡീറ്റെയിൽസാണ് നമ്മൾ ഇപ്പോൾ ഈ വീഡിയോയിൽ തരാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഈ വണ്ടിയിൽ ABS കാര്യങ്ങളൊക്കെ ഉണ്ട്. സ്പോർട്സ്, i20യുടെ സ്പോർട്സ്. അപ്പോൾ നിങ്ങൾക്ക് കുഴപ്പമില്ല, ഈ വണ്ടി കണ്ടിട്ട് കുഴപ്പമില്ല. അപ്പോൾ ഇത് മറ്റു വണ്ടികളായാലും കണ്ടിട്ട് കുഴപ്പമില്ലാന്ന് തോന്നുകയാണെങ്കിൽ വണ്ടിയുടെ ഡീറ്റെയിൽസ് വാട്സാപ്പിൽ എനിക്കൊന്ന് ഷെയർ ചെയ്യുക. അപ്പം നമുക്ക് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അപ്പം നോക്കാം. ഇനി വരുന്നത് ഒരു KUV 100 ആണ്. VXI K2 സിൽവർ കളറിലുള്ള KUV 100 ഫാൽക്കൻ്റെ എഞ്ചിൻ, മഹേന്ദ്രയുടെ. ഇതൊരു എന്താ പറയുക, ഒരു ഡിഫറെൻറ്റ് വണ്ടിയാണ്. കാരണം ഈ വണ്ടി സാധാരണ ഹാച്ച് ബാക്കൊക്കെ 5 സീറ്റർ അല്ലേ, ഇത് 6 സീറ്ററാണ്. അതായത് RC ബുക്കിൽ തന്നെ 6 സീറ്ററാണ്. അതെന്താണെന്ന് വെച്ചാൽ ഫ്രണ്ടിൽ 3 പേർക്ക് ഇരിക്കാം. അതിൻ്റെ സീറ്റിംഗ് കോൺഫിഗറേഷൻ കണ്ടോ, 1 2 3, ഡ്രൈവർ 2 പാസഞ്ചേഴ്സ്. അപ്പോൾ ഒരിക്കലും ഒരു കൊച്ചുകുട്ടീനൊക്കെ നമുക്ക് സുഖമായിട്ട് കൊണ്ടുപോകാം. അപ്പോൾ ഒരു എക്സ്റ്റെൻഡഡ് ഫാമിലിക്കുള്ള ആൾക്കാർക്ക് ഈ KUV 100 നല്ലൊരു ഓപ്ഷനാണ്. പിന്നെ ഇനി ഇല്ലയെന്നുണ്ടെങ്കിൽ അത് മടക്കി വെച്ച ഒരു ഹാൻഡ് റെസ്റ്റ് കാര്യങ്ങൾ, കപ്പ് ഹോൾഡറൊക്കെ വരും. അങ്ങനെ ഒരു RC ബുക്കിൽ തന്നെ ഒരു 6 പേര്. ഇതിൻ്റെ ലേഔട്ടൊക്കെ ഉണ്ടോ, ഫ്രണ്ടിൻ്റെ ഡാഷ്ബോർഡ്, ഗിയർ, താഴത്ത് കാല് വെക്കാനുള്ള സ്പേസ്, കാര്യങ്ങൾ. ഒരു വെറൈറ്റി ഡിസൈനായിട്ടുള്ളൊരു കോമ്പാക്റ്റ് ഹാച്ച് ബാക്കാണ്. 6 പേർക്ക് ട്രാവൽ ചെയ്യാം. പിന്നിലും അത്യാവശ്യം നല്ല രീതിയിൽ സ്പേസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ലെഗ് റൂമും ഹെഡ് റൂമും തൈ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉള്ള നല്ലൊരു വണ്ടിയാണ് KUV 100 VXI K2. 2018 മോഡലാട്ടോ. ഈ വണ്ടിയുടെ ഡീറ്റെയിൽസ് പറയാം. 2018 മോഡൽ, സിംഗിൾ ഓണറാണ്. 55,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. പെട്രോളാണ്. ഇതിൻ്റെ ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 4,15 ലക്ഷം രൂപയാണ്. 4,25,000 രൂപയാണ് ഇതിൻ്റെ ആസ്കിംഗ് പ്രൈസ്. നല്ല കണ്ടീഷനുള്ള ഒരു വണ്ടിയാണ്. സിംഗിൾ ഓണറാണ്. അടുത്തത് ഒരു i20യുടെ സ്പോർട്സ് ആണ്. അടുത്തത് നമ്മൾ കാണിക്കുന്നത് ഒരു പേൾ വൈറ്റ് കളറിലുള്ള i20. നല്ല രീതിയിൽ എക്സ്റ്റീരിയർ കണ്ടപ്പോൾ തന്നെ നല്ല കളറും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇൻറ്റീരിയറൊക്കെ ഒന്ന് നോക്കാം. പിന്നെ ഇത് 2018 മോഡലാണ്. ഇതും സിംഗിൾ ഓണറാണ്. 75,000 കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത്. ഈ വണ്ടി ഡീസലാണ്. ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 6,30,000 ആണ്. 6,30,000 രൂപയാണ് ഇതിൻ്റെ ആസ്കിംഗ് പ്രൈസ് പറയുന്നത്. അപ്പോൾ പ്രൈസൊക്കെ നെഗോഷ്യബിൾ ആണ്. അതിലൊന്നും കുഴപ്പമില്ല, നമുക്ക് നെഗോഷിയേറ്റ് ചെയ്യാം. സീറ്റും കാര്യങ്ങളൊക്കെ വളരെ നല്ല നിലവാരത്തിൽ തന്നെ കാത്തു സൂക്ഷിച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയണം. പിന്നെ ഫുൾ ബ്ലാക്ക് അല്ലാതെ വൈറ്റ് മിക്സ്, അതും ഒരു സ്പോർട്ടിനെസ് കൊണ്ടുവരുന്നുണ്ട്. പിന്നെ i20 എല്ലാവർക്കും അറിയാമല്ലോ, ബാക്കിൽ റിയർ AC വെൻസ് കാര്യങ്ങളൊക്കെ ഇതിനുണ്ട്. അത്യാവശ്യം നല്ല ലെഗ് റൂമും കാര്യങ്ങളൊക്കെ ഉള്ളൊരു വണ്ടിയാണ്. ഹുണ്ടായുടെ i20 സ്പോർട്സ് നല്ല സ്പോർട്ടി ആയിട്ടുള്ളൊരു വണ്ടിയാണ്. അപ്പോൾ 2018 മോഡൽ, സിംഗിൾ ഓണർ, 75,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള വണ്ടി, ഡീസൽ വണ്ടിയാണ്. 6,30,000 ആസ്കിംഗ് പ്രൈസ് വരുന്നത്. അടുത്തത് റെനോൾട്ടിൻ്റെ ട്രൈബർ എന്ന് പറഞ്ഞിട്ടൊരു വണ്ടിയാണ്.
ട്രൈബർ RHC മാനുവൽ ട്രാൻസ്മിഷൻ 1 ലിറ്റർ. ഇത് ഒരു 7 സീറ്റർ വണ്ടിയാണ് കേട്ടോ. അപ്പോൾ അത് വണ്ടി എന്ന് പറയുമ്പോഴേ ഇതിൻ്റെ ഫസ്റ്റ് എന്ന് പറയുന്നത് ലുക്കാണ്, വളരെ സ്പോർട്ടി ആയിട്ടുള്ള ലുക്ക്. അതിൻ്റെ LED ലൈറ്റ്സും DRLും പിന്നെ ബോണറ്റുമുള്ള പവർ ബൾജും കാര്യങ്ങളൊക്കെ, റൂഫ് റെയില് എല്ലാം കൊണ്ടും വളരെ സ്പോർട്ടി ആയിട്ടുള്ള ഒരു വണ്ടിയാണ്. ഇതിൻ്റെ ഡിസൈനെ നമ്മൾ എടുത്ത് പറയണം, അതിനൊരു മാർക്കനെ കൊടുക്കണം. നല്ല രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള വണ്ടിയാണ്. റണ്ണോട്ടിൻ്റെ ട്രൈബർ RHC, അത് ബ്ലൂ കളറ്, അതും നല്ല രസമായിട്ടുണ്ട്. ഇത് 2020 മോഡലാണ് കേട്ടോ. ഇനി ഇൻറ്റീരിയറൊക്കെ നോക്കാം. പഴയ വണ്ടിയല്ല, പുതിയതാണ്. 2020 മോഡല്, സിംഗിൾ ഓണർ വണ്ടിയാണ്. ഇൻറ്റീരിയറൊക്കെ നോക്കി അതിൻ്റെ സ്റ്റിച്ചിങ് ഒക്കെ കണ്ട, റെഡും ബ്ലാക്കും കൂടിയിട്ടുള്ള സീറ്റിൻ്റെ ഇതും, ടച്ച് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം കാര്യങ്ങളൊക്കെ ഉണ്ട്. മാനുവൽ ട്രാൻസ്മിഷനാണ് വണ്ടി. അപ്പോൾ ഇൻറ്റീരിയറൊക്കെ നിങ്ങൾക്ക് നോക്കാം. അതിൻ്റെ കൂടെ ഡീറ്റെയിൽസ് ഒന്ന് കേട്ടോ. ഇത് 2020 മോഡൽ വണ്ടിയാണ്, സിംഗിൾ ഓണറാണ്. 64,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ള പെട്രോൾ വണ്ടിയാണ്. ഇതിൻ്റെ ആസ്കിങ് പ്രൈസ് എന്ന് പറയുന്നത് 5,60,000 രൂപയാണ് ഇതിൻ്റെ ആസ്കിങ് പ്രൈസ്. അപ്പോൾ ഇതിൻ്റെ സീറ്റ് ഞാൻ തുറന്നു വെച്ചിട്ടുണ്ട്, നമുക്ക് തേർഡ് റോ ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ തേർഡ് റോയിലേക്കും ഇതുപോലെ സിമ്പിളായിട്ട് നമുക്ക് സീറ്റ് മടക്കി കയറിയിരിക്കാം. 2 കുട്ടികൾക്കൊക്കെ സുഖമായിട്ടിരിക്കാം. അതിനുള്ള എല്ലാ ലെഗ് റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുട്ടികൾക്കായിരിക്കും ഏറ്റവും മികച്ചത്. സെക്കൻഡ് റോയിൽ ഒരു 3 അഡൽട്സിന് സുഖമായിട്ടിരിക്കാം. അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നല്ല ഒരു വെറൈറ്റി ഒരു 7 സീറ്റർ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റെനോൾട്ടിൻ്റെ ട്രൈബർ നമുക്ക് നോക്കാം. 2020 മോഡൽ വണ്ടിയാണ്, സിംഗിൾ ഓണറാണ്, നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള വണ്ടിയാണ്. 64,000 കിലോമീറ്റർ പെട്രോൾ വണ്ടിയാണ്. 560 ആസ്കിങ് പ്രൈസ്. അടുത്തത് നമ്മുടെ SUV സെഗ്മെൻറ്റിനൊക്കെ തുടക്കം കുറിച്ച പഴയ രാജാവ് റെനോൾട്ടിൻ്റെ ഡസ്റ്ററാണ് നമ്മൾ അടുത്തത് വരുന്നത്. ഇത് 2013 മോഡൽ വണ്ടിയാണ്. 2014 രജിസ്ട്രേഷൻ. പിന്നെ തേർഡ് ഓണറായിട്ടുണ്ട്. 1,30,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഈ വണ്ടി നല്ല റിലയബിൾ ആയിട്ടുള്ള വണ്ടിയാണ്. ഇനിയും കുറച്ച് കിലോമീറ്ററുകളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ ഇത് നല്ല സുഖമായിട്ട് നമുക്ക് ഓടിക്കാം. അപ്പോൾ റെനോൾട്ടിൻ്റെ ഡസ്റ്റർ 2013 മോഡൽ വണ്ടി, 14 രജിസ്ട്രേഷൻ, തേർഡ് ഓണർ, 1,30,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട്. ഡീസൽ വണ്ടിയാണ്. ഇതിൻ്റെ ആസ്കിങ് പ്രൈസ് എന്ന് പറയുന്നത് 4,30,000 4,30,000 രൂപയാണ് ആസ്കിങ് പ്രൈസ്. അപ്പോൾ വളരെ നല്ല കണ്ടീഷനിലുള്ള ഒരു വണ്ടിയാണ്. അപ്പോൾ ചില ആൾക്കാർ നമ്മൾ വീഡിയോയിൽ പറയുന്നുണ്ട് ഇന്ന മോഡലിലെ വണ്ടിക്ക് ഇത്രയാണ് റേറ്റ്. അങ്ങനെ ഒരു വണ്ടിക്കും ഫിക്സഡ് ആയിട്ടുള്ള റേറ്റ് യൂസ്ഡ് മാർക്കറ്റിലില്ല. അത് ഞാൻ ഇപ്പോൾ പറയണം. അത് ആ വണ്ടി എത്ര കിലോമീറ്റർ ഓടി, ആ വണ്ടിയുടെ കണ്ടീഷൻ എങ്ങനെയുണ്ട്, ഓണർഷിപ്പ് എത്രയായി, അങ്ങനെ കുറച്ച് കാര്യങ്ങളെ ബേസ് ചെയ്തിട്ടാണ് വണ്ടിക്ക് വില നമ്മൾ നിശ്ചയിക്കുന്നത്. ഓരോ വണ്ടിക്കും സെയിം ആയിരിക്കും. ഇപ്പോൾ 2014 മോഡല് വേറൊരു ടെസ്റ്ററിന് ചിലപ്പോൾ ഇതാവില്ല പ്രൈസ്, അത് മാറും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഓരോ വണ്ടിക്കും നമ്മൾ ആ വണ്ടിയുടെ കണ്ടീഷനൊക്കെ അനുസരിച്ചിട്ടാണ് പ്രൈസ് കാര്യങ്ങൾ പറയുന്നത്. അടുത്തത് നമ്മളൊരു സാൻഡ്രോ വണ്ടിയാണ്, സിൽവർ കളറ്. ഇതൊരു പഴയ വണ്ടി കേട്ടോ, കാർന്നവരാണ്. 2008 മോഡൽ വണ്ടിയാണ്. അതുപോലെ തന്നെ പ്രൈസ് ബഡ്ജറ്റാണ്. ബഡ്ജറ്റിൽ വണ്ടി നോക്കുന്ന ആൾക്കാർക്ക് വണ്ടി വാങ്ങാം. പക്ഷേ എന്ന് കരുതിയിട്ട് അങ്ങനെ ഇത്തിരി പഴയ വണ്ടിയാണെന്ന് വെച്ചിട്ട് അങ്ങനെ പ്രശ്നമൊന്നുമില്ല. നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള വണ്ടിയാണ്. 2008 മോഡൽ വണ്ടിയാണ്, സിംഗിൾ ഓണറാണ്. 73,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. പെട്രോൾ വണ്ടിയാണ്. സീറ്റൊക്കെ ഉണ്ടല്ലേ നല്ല രസത്തിൽ ബ്ലാക്കും വൈറ്റും നല്ല രീതിയിൽ സീറ്റും കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള വണ്ടിയാണ്. ഇതിൻ്റെ ആസ്കിങ് പ്രൈസ് എന്ന് പറയുന്നത് 1,55,000 രൂപയാണ്. അപ്പോൾ പ്രൈസൊക്കെ ചെറുതായിട്ട് നമുക്ക് നെഗോഷിയേറ്റ് ചെയ്യാം, അതിനൊന്നും വിഷയമൊന്നുമില്ല. അപ്പോൾ അതെല്ലാ വണ്ടികൾക്കും നമുക്ക് ചെറുതായിട്ട് നമുക്ക് നെഗോഷിയേറ്റ് ചെയ്യാം. സാൻഡ്രോ H-Sync എന്ന് പറഞ്ഞിട്ട് 2008 മോഡല്, സിംഗിൾ ഓണർ, ആസ്കിങ് പ്രൈസ് 1,55 കേട്ടോ. 73,000 കിലോമീറ്റർ, സിംഗിൾ ഓണറാണ് കേട്ടോ. അത് നമ്മൾ എടുത്ത് പറയുന്നത് സിംഗിൾ ഓണർ വണ്ടിയാണ്. ഇനി ഒരു മാരുതിയുടെ ബലീനോ ആണ്. ഇതും നല്ല രീതിയിൽ ഹിറ്റായിട്ടുള്ളൊരു വണ്ടിയാണ്. മാരുതിയുടെ ബലീനോ, ബ്ലൂ കളറ്. ഇത് 2016 മോഡൽ വണ്ടിയാണ്. സെക്കൻഡ് ഓണറാണ് ഈ വണ്ടി. 55,000 കിലോമീറ്ററാണ് ഈ വണ്ടി ഓടിയിട്ടുള്ളത്. റിക്ക സെൻസറും കാര്യങ്ങളൊക്കെ ഉണ്ട്. പെട്രോൾ വണ്ടിയാണ്. ഇതിൻ്റെ ആസ്കിങ് പ്രൈസ് 6,30,000 രൂപയാണ്. അപ്പോൾ ഇൻറ്റീരിയറൊക്കെ നോക്കാം. മാരുതിയുടെ ബലീനോ 2016 മോഡല്. നല്ല ഇതിൻ്റെ സീറ്റിൻ്റെ സപ്പോർട്ട് കാര്യങ്ങളൊക്കെ വളരെ നന്നായിട്ടുണ്ട്. സ്റ്റിയറിംഗ് കൺട്രോൾസ് കാര്യങ്ങൾ, എൻജിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ, അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് കാര്യങ്ങൾ, സെൻട്രലൊരു ചെറിയൊരു ഡിജിറ്റൽ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം കാര്യങ്ങളൊക്കെ ഉണ്ട്. മുകളിൽ റീഡിങ് ലൈറ്റ്സ്, നല്ല രസത്തിലുള്ള ഡാഷ്ബോർഡ്. ഓട്ടോമാറ്റിക് വണ്ടിയാണ്, മാനുവൽ അല്ല, ഓട്ടോമാറ്റിക്കാണ് ബലീനോ. ഈ വണ്ടി ഓട്ടോമാറ്റിക് വണ്ടിയാണ്, അത് ശ്രദ്ധിക്കുക. അങ്ങനെ റെയിൻ വൈസേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് സെക്കൻഡ് റോ ഒന്ന് നോക്കാം. പവേർഡ് വിൻഡോ കാര്യങ്ങളൊക്കെ, നല്ല ലെഗ് റൂമും ഒക്കെയുള്ള സ്പേസാണ് സെക്കൻഡ് റോ വരുന്നത്.
പിന്നെ ഈ വണ്ടിയുടെ വേറൊരു സംഭവം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ബൂട്ട് സ്പേസും കാര്യങ്ങളും കൂടിയും ബലീനോയിൽ നമുക്ക് കിട്ടും. അപ്പോൾ ഡീറ്റെയിൽസ് ഒന്നും കൂടി പറയാം. ബ്ലൂ കളർ മാരുതി ബലീനോ ബ്ലൂ കളർ വണ്ടി 2016 മോഡൽ, സെക്കൻഡ് ഓണറാണ്. 55,000 കിലോമീറ്ററാണ് ഈ വണ്ടി ഓടിയിട്ടുള്ളത്. പെട്രോൾ വണ്ടിയാണ്. ആസ്കിംഗ് പ്രൈസ് 6,30,000 രൂപയാണ്. ഫിനാൻസൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാം, അവൈലബിൾ ആണ്. ഇനി വരുന്നത് ഒരു ആൾട്ടോ ആണ്. നമ്മളെ സാധാരണക്കാരൻ്റെ പ്രിയപ്പെട്ട വാഹനമായ ആൾട്ടോ സിൽവർ കളർ 2011 മോഡൽ വണ്ടിയാണ്. സിംഗിൾ ഓണർ ആട്ടോ. ഇതും സിംഗിൾ ഓണർ വണ്ടിയാണ്. നമുക്ക് 2011 മോഡൽ ഓൾട്ടൊക്കെ സിംഗിൾ ഓണർ കിട്ടാനാണ് ഒരുപാട്. അപ്പോൾ സീറ്റൊക്കെ നല്ല പുതിയ സീറ്റ് അടിച്ച് വെച്ചിട്ടുണ്ട്. റെഡ് കളർ സ്റ്റിച്ചിങ് റെഡ് ഇൻസേർട്ടൊക്കെ ആയിട്ട് സ്പോർട്ടി ആയിട്ടുള്ളൊരു സീറ്റ്. ഒരു പുതുമ നമുക്ക് ആ വണ്ടിയിൽ കയറുമ്പോൾ എന്നുള്ളൊരു ഇതാണ് അതിങ്ങനെ. അപ്പോൾ 2011 മോഡൽ ആൾട്ടോ സിംഗിൾ ഓണർ 92,000 കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത്. പെട്രോൾ വണ്ടി. ആസ്കിംഗ് പ്രൈസ് 1,70,000 1,70,000 രൂപ. ആൾട്ടോ സിൽവർ കളർ, നല്ല കണ്ടീഷനിലും കാര്യങ്ങളാണ്. അപ്പോൾ നമ്മുടെ വീഡിയോയിൽ കാണിക്കുന്ന വണ്ടികളിലൊന്നും മേജറായിട്ടുള്ള ആക്സിഡൻസ്, ഫ്ലഡ്, എഞ്ചിൻ കംപ്ലൈൻറ്റ് ഇങ്ങനത്തെ വണ്ടികളൊന്നും നമ്മൾ കാണിക്കുന്നില്ല കേട്ടോ. നല്ല കണ്ടീഷനിലുള്ള വണ്ടികളാണ് നമ്മൾ കാണിക്കുന്നത്. ഇനി വരുന്നത് ഒരു സെൻ LXi വണ്ടിയാണ്. ഇത് 2004 മോഡലാണ്. ഇതും ഇത്തിരി പഴയൊരു വണ്ടിയാണ്. ബഡ്ജറ്റിൽ നിങ്ങൾക്ക് വണ്ടി വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ നോക്കാവുന്നതാണ്. സെൻ LXi 2004 വണ്ടിയാണെങ്കിലും സീറ്റൊക്കെ നല്ല പുതിയ സീറ്റ് കേട്ടോ. അടിപൊളി സീറ്റ് കവർ സാധനങ്ങളൊക്കെ അടിച്ച് സെറ്റ് ആയിട്ടുള്ളൊരു വണ്ടിയാണ്. ഫോർത്ത് ഓണറാണ്. 1,80,000 കിലോമീറ്റർ ഈ വണ്ടി ഓടിയിട്ടുണ്ട്. പെട്രോൾ വണ്ടിയാണ്. ആസ്കിംഗ് പ്രൈസ് 1,17,000 രൂപയുള്ളൂ. അതായത് ഒരു സ്മാർട്ട് ഫോൺ എന്നൊക്കെ ഒരു എന്താ പറയുക S22 ഒക്കെ വാങ്ങണ കാശുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു വണ്ടി വാങ്ങാട്ടോ. സെൻ LXi 2004 മോഡല്, ഫോർത്ത് ഓണർ, 1,80,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള വണ്ടി. ആസ്കിംഗ് പ്രൈസ് 1,17,000. ഇനി നമ്മൾ റെഡിഗോ, ദാറ്റ്സിൻ്റെ റെഡിഗോ ആണ്. അത് 3 ഉണ്ട് നമ്മുടെ കയ്യിൽ കളക്ഷൻ. വൈറ്റ്, ഗ്രീന്, റെഡ്. അപ്പോൾ ഓരോന്നിൻ്റെയും കളർ കോമ്പിനേഷനിൽ ചെറുതായിട്ട് മാറ്റങ്ങളുണ്ട്. ഇൻറ്റീരിയറിൽ ചെറിയ ചെറിയ മാറ്റങ്ങളുണ്ട്. പക്ഷേ ബേസിക്കലി ഈ വണ്ടി ഒക്കെയാണ്. റെഡിഗോ ഒക്കെ ഓൾമോസ്റ്റ് സെയിം ആണ്. ഇപ്പോൾ ഈ കാണുന്നത് 2017 മോഡൽ വണ്ടിയാണ്. ഈ വൈറ്റ് കളർ. 3 വണ്ടികളും സിംഗിൾ ഓണറാണ്. ഓക്കെ. അപ്പോൾ ഈ ആദ്യം കാണുന്ന വൈറ്റ് വണ്ടി നിങ്ങൾ ഇൻറ്റീരിയർ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഡീറ്റെയിൽസ് കേൾക്കണതിൻ്റെ കൂടെ 2017 മോഡൽ സിംഗിൾ ഓണർ, 52,000 കിലോമീറ്ററാണ് ഈ വണ്ടി ഓടിയിട്ടുള്ളത്. പെട്രോൾ വണ്ടിയാണ്. 2,55,000 രൂപയാണ് ഇതിൻ്റെ ആസ്കിംഗ് പ്രൈസ്. അപ്പോൾ ബഡ്ജറ്റിൽ നിങ്ങൾക്കൊരു ഹാച്ച് ബാക്ക് നോക്കണം എന്നുണ്ടെങ്കിൽ റെഡിഗോ നല്ലൊരു ഓപ്ഷനാട്ടോ. 2,55,000 രൂപയ്ക്ക് നിങ്ങൾക്ക് 2017 മോഡൽ വണ്ടി കിട്ടും. അത് സാധാരണ ഒരു ഹാച്ച് ബാക്ക് ഈ പ്രൈസിൽ നിങ്ങൾക്ക് കിട്ടില്ല. റെഡിഗോ അങ്ങനെ ഒരു ബഡ്ജറ്റിൽ വണ്ടികൾ ഇറക്കണ കാരണമാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ ബഡ്ജറ്റിലാണ് നിങ്ങൾക്കൊരു വണ്ടി നോക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ നോക്കാം. അടുത്തത് ഗ്രീൻ കളർ 2016 മോഡലാണ്. ഗ്രീൻ കളർ 2016. വൈറ്റ് നമ്മൾ നോക്കിയത് 2017. ഇത് 2016 സിംഗിൾ ഓണർ. ഗ്രീൻ കളറാകുമ്പോൾ കുറച്ചും കൂടി സ്പോർട്ടി ഇൻറ്റീരിയറാണ്. ബ്ലാക്കിൽ റെഡ് ഇൻസേർട്ടൊക്കെ കൊടുത്തിട്ട് കുറച്ചും കൂടി സ്പോർട്ടിനെസ് ഉണ്ട്. ഇത് 57,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. പെട്രോൾ വണ്ടി. 2.5 ലക്ഷമാണ് ഇതിൻ്റെ ആസ്കിംഗ് പ്രൈസ് വരുന്നത്. അപ്പോൾ 2016 മോഡൽ, 57,000 കിലോമീറ്റർ, 2.5 ലക്ഷം ആണ് വരുന്നത്. കുറച്ചും കൂടി എന്താ കാണാൻ പിന്നെ ഒരു വെറൈറ്റി കളർ എന്നുള്ളതും കൂടിയാണ്. അപ്പോൾ എന്ന് വെച്ചാൽ ഇതിനൊക്കെ ലോൺ പാസ്സാവും. 2011-12 മോഡലൊക്കെ ആകുമ്പോൾ ലോൺ പാസ്സാവാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഇത് 2016-17 ആകുമ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് ലോണും അധികം ഡൗൺ പേയ്മെൻറ്റ് കൊടുക്കാതെ തന്നെ ലോൺ പാസ്സാക്കാം. അതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ളൊരു ഹൈലൈറ്റ്. പിന്നെ റെഡിഗോ റെഡ് കളർ, ഇത് കുറച്ചും കൂടി പിന്നെ ലേറ്റസ്റ്റ് ആണ്. 2019 മോഡലാണ്. സിംഗിൾ ഓണറാണ്. 28,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. പെട്രോൾ വണ്ടിയാണ്. ഇതിൻ്റെ ആസ്കിംഗ് പ്രൈസ് 2,65,000 കാരണം ഇത് 2019 മോഡലാണ്. അധികം വണ്ടി ഓടിയിട്ടൊന്നുമില്ല റെഡിഗോ. അങ്ങനെ 3 റെഡിഗോയാണ്. 2017 മോഡൽ, 16 മോഡൽ, 19 മോഡൽ റെഡിഗോ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. 2.5 ലക്ഷം തൊട്ടിട്ട് 2,65 വരെയാണ് പ്രൈസ് വരുന്നത്. അപ്പോൾ ലോണൊക്കെ നമുക്ക് പാസ്സാക്കാൻ പറ്റും. പിന്നെ വരുന്നത് ഒരു TUV 300 ആണ്. ഈ വണ്ടി നിങ്ങളെല്ലാവരും കുറേ കണ്ടിട്ടുണ്ടാവും. നമ്മുടെ പോലീസ് മാമ്മമാരുടെ കയ്യിൽ ഉള്ള വണ്ടി TUV 300 T8 സിൽവർ കളർ 2016 മോഡലാണ്. ഇനി ഇതൊക്കെ നമ്മളൊന്ന് ഓടിച്ച് കാണിക്കാട്ടോ. സമയത്തിൻ്റെ ഒരു കുറവ് കാര്യം നമ്മൾ വീഡിയോ ഒരുപാട് ലെങ്ത് ആവരുതല്ലോ. അതുകൊണ്ട് 2016 മോഡൽ സിംഗിൾ ഓണർ, 1,34,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഡീസൽ. ആസ്കിംഗ് പ്രൈസ് 5,50,000 രൂപ. അടുത്തതൊരു മാരുതി SX4 ആണ്. വൈറ്റ് കളർ. 2009 മോഡലാണ്. സിംഗിൾ ഓണർ തന്നെയാണ്. 89,000 കിലോമീറ്റർ. പെട്രോൾ വണ്ടി. 1.25 പിന്നെ ഒമിനിയാണ്. 2 പുതിയ ടയറും ബാറ്ററിയൊക്കെ ആയിട്ട് 2013 മോഡൽ. സെക്കൻഡ് ഓണർ. 82,000 കിലോമീറ്റർ. പെട്രോൾ. ആസ്കിംഗ് പ്രൈസ് 1.80. പിന്നെ വരുന്നത് ഒരു ഇയോൺ മാഗ്ന ആണ്. ഇയോൺ മാഗ്ന പ്ലസ് മോഡൽ വൈറ്റ് കളർ. 2013 മോഡൽ. സിംഗിൾ ഓണർ. 26,000 കിലോമീറ്റർ. പെട്രോൾ. 2.55. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.
അതൊക്കെയാണ് നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വരാനുള്ള ഒരു ഊർജ്ജം. താങ്ക് യു.